തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ്. ഉത്രാളിക്കാവ് ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളും പങ്കുവയ്ക്കുന്ന ഉലകം ചുറ്റും വാലിബൻ്റെ ട്രാവൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി എന്നുള്ളതിന് ഉത്തരമായി അകമല കുന്നുകളുടെ താഴ്വാരത്ത് പാടത്തിന് നടുവിലായി ആൽമരങ്ങളും കുളവും പുറകിലായി ഒരു റെയിൽപാതയുമുള്ള ഈ കൊച്ചു ക്ഷേത്രത്തിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ച മാത്രം മതി. ഗൂഗിളിലെ ചിത്രങ്ങളും വീഡിയോകളും മാത്രം കണ്ടാൽ പോരാ, ഉത്രാളിക്കാവിൻ്റെ ഭംഗി അത് നേരിട്ട് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. പ്രകൃതി സൗന്ദര്യവും ഭക്തിയും എല്ലാം ലയിച്ചു ചേർന്ന പച്ച പരവതാനി വിരിച്ച ക്ഷേത്രഭൂമി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ വടക്കാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദി പരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ മഹാകാളിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. പ്രകൃതി ഭംഗി തുളുമ്പുന്ന മനോഹരമായ സ്ഥലത്താണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അകമല താഴ്വരയിലെ പാടങ്ങൾക്ക് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുപാടും ഉയർന്ന മലയോര പ്രദേശങ്ങളും താഴ്വരയിലെ ചെറിയ സമതല പ്രദേശവും ചേർന്ന് ഈ അമ്പലത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭംഗി നൽകുന്നു. കേരളത്തിലെ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളുടെയും ഉൽപ്പത്തിയായി പറഞ്ഞു കേൾക്കുന്ന കഥകൾക്ക് സമാനമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റേത്. അകമല താഴ്വരയിലുള്ള കൃഷിഭൂമി സന്ദർശിക്കാനെത്തിയ തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്ന കേളത്തച്ഛൻ്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരൂഢയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് ഇവിടുത്തെ മഹാകാളി എന്ന് ഐതിഹ്യം. പിൽക്കാലത്ത് അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിഷ്ഠയിൽ പാടത്ത് നെല്ല് കൊയ്യുകയായിരുന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുന്നതിനിടയിൽ അതിൽ നിന്നും രക്തം വരുന്നതായി കണ്ടു. ദേവപ്രശ്നം വെച്ച് നോക്കിയവർക്ക് ശിലയിലെ പരാശക്തിയുടെ സാന്നിധ്യം ബോധ്യമാകുകയും തുടർന്ന് ആചാരവിധികളോടെ ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു. വിസ്താരത്തിൽ താരതമ്യേന ചെറിയ ക്ഷേത്രമാണ് ഉത്രാളിക്കാവ്. അമ്പലത്തിന് പിന്നിലൂടെ കടന്നു പോകുന്ന തീവണ്ടി പാത മറ്റൊരു ആകർഷണമാണ്. നെൽപ്പാടങ്ങളെ കീറി മുറിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടിയുടെ പാച്ചിൽ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും. ഈ ഭംഗിയുള്ള കാഴ്ചകളെല്ലാം ഉത്രാളിക്കാവിന് മാത്രം സ്വന്തം എന്ന് പറയേണ്ടി വരും. തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഷൊർണൂർ എന്നീ തീവണ്ടി സ്റ്റേഷനുകളിൽ ഉത്രാളിക്കാവിലേക്ക് വരുന്നവർക്ക് ഇറങ്ങാം. തൃശ്ശൂർ, ഒറ്റപ്പാലം, കുന്നംകുളം, ഗുരുവായൂർ, ചേലക്കര, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നും ബസ് സർവീസും ഇവിടേക്കുണ്ട്. തീവണ്ടി കടന്നു പോയതിനു ശേഷം തീവണ്ടി പാളത്തിന് അപ്പുറത്ത് എന്ത് കാഴ്ചയാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നറിയാനൊരു ചെറിയ ആകാംക്ഷ. അതിനായിട്ട് തീവണ്ടി പാളത്തിനടുത്തേക്ക് പോവുകയാണേ. ഈ പാളത്തിലൂടെയാണ് ഇപ്പോൾ തീവണ്ടി കടന്നുപോയത്. ഇവിടെ നിന്നും
ക്ഷേത്രവും ചുറ്റുപാടും ഒന്ന് കണ്ടു നോക്കൂ. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഇത് മാത്രമല്ല കേട്ടോ, തൊട്ടപ്പുറത്തായി വേറൊരു തീവണ്ടിപ്പാളവും ഉണ്ട്. തീവണ്ടിപ്പാളങ്ങളുടെ അപ്പുറത്തുള്ള കാഴ്ചയും അതിമനോഹരമാണ്. അവിടെയും നെൽപ്പാടങ്ങൾ തന്നെയാണ്. വീണ്ടും കുറച്ച് ക്ഷേത്രവിശേഷങ്ങളിലേക്ക് കടക്കട്ടെ. മധ്യ കേരളത്തിലെ പുരാതനമായ വേല ആഘോഷങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ഉത്രാളിക്കാവ് പൂരത്തിനുള്ളത്. കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്സവം കൊടിയേറുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഉത്രാളിക്കാവിലേത്. എങ്കക്കാവ്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള 3 പങ്കുകാരാണ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ. ഇതിൽ ഓരോ ദേശക്കാരും 11 ആനകൾ വീതം 33 ആനകളെയാണ് പൂരത്തിന് എഴുന്നള്ളിക്കുന്നത്. വിവിധ സമുദായക്കാരുടെ വക കുതിരവേല, കാളവേല, ഹരിജൻ വേല, അതോടൊപ്പം മുട്ടിറക്കൽ എന്ന വഴിപാടും നടത്താറുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രശസ്തമായതാണ് ഇവിടുത്തെ നടപ്പുര പഞ്ചവാദ്യം. കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്സവപ്പറമ്പിൻ്റെ ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകത കാരണം അസാമാന്യമായ ശബ്ദ ഗാംഭീര്യം ജനിപ്പിക്കുന്ന വെടിക്കെട്ടാണ് ഉത്രാളിക്കാവിലെ പ്രത്യേകത. ഈ പച്ച പരവതാനി വിരിച്ച വയൽ വരമ്പിലൂടെ എത്ര നടന്നിട്ടും കൊതി തീരുന്നില്ല. ഇവിടെ ഇപ്പോൾ വയലിൽ ഞാറ് നട്ടിരിക്കുന്ന സമയമാണ്. പാഠപുസ്തകങ്ങളിൽ മാത്രം കണ്ട് പരിചിതമായ വയലുകളും അതിൻ്റെ ഭംഗിയും നേരിട്ട് കണ്ടറിയുന്നതിൻ്റെ സന്തോഷത്തിലും ഉത്കണ്ഠയിലുമാണ് വാലിബൻ. നമ്മൾ നേരത്തെ കണ്ട 2ാമത്തെ ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ആ തീവണ്ടി കടന്നു പോകുന്നത്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വയൽ എന്താണെന്നും അതിൻ്റെ ഭംഗി എന്താണെന്നും നേരിട്ട് കണ്ട് ആസ്വദിക്കാനെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിലനിർത്തുന്നത് മഹാഭാഗ്യം. ഇത്രയും മനോഹരമായ സ്ഥലം നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതല്ലേ നല്ലത്. ക്ഷേത്രത്തിൻ്റെ 2 വശങ്ങളിലും പരന്നു കിടക്കുന്ന നെൽപ്പാടവും അതിലൂടെ ഒഴുകുന്ന ചെറുചാലുകളും അവയെയെല്ലാം തട്ടിത്തലോടി തഴുകി വരുന്ന മന്ദമാരുതനും ആ ഇളംകാറ്റിൽ എപ്പോഴും തലയാട്ടി നിൽക്കുന്ന ആൽമരങ്ങളും പാടത്തിന് നടുവിലൂടെയുള്ള ആ രാജവീതിയും ക്ഷേത്രഭംഗി വിളിച്ചോതുന്ന ഗോപുരവും ഈ നിശബ്ദതയെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്ന തീവണ്ടിയുടെ ശബ്ദവും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ എവിടെയോ കണ്ടിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ഗ്രസിച്ചിട്ടുള്ള അല്ലെങ്കിൽ കവർന്നിട്ടുള്ള, ഒരിക്കലെങ്കിലും കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമായി ഇത് മാറും തീർച്ച. പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു അനുഭവമാണ് ഈ സ്ഥലം നമുക്ക് സമ്മാനിക്കുന്നത്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ ട്രാവൽ ലിസ്റ്റിൽ ഇനി ഈ സ്ഥലം ഉണ്ടാകുമല്ലോ അല്ലേ? ഈ വഴി ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ മറക്കരുത്. ഉലകം ചുറ്റൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.